നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് ടൈമിലുള്ളത് ശ്രീ ഐസക് വർഗീസ്. അദ്ദേഹം ഒരു സംരംഭകനാണ്, ഒരു ബിസിനസ്മാനാണ്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മോളിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. എല്ലാത്തിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, അഴിമതിക്കെതിരെ പടപൊരുതുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഗതം ഗസ്റ്റ് ടൈമിലേക്ക്. സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അത് അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രമാദമായ പല കേസുകൾ, ഇപ്പോൾ ബാർക്കോഴ അഴിമതി അല്ലെങ്കിൽ മലബാർ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ അതിശക്തമായ സാന്നിധ്യമാണ് താങ്കൾ, ശക്തമായ സ്റ്റെപ്പുകളാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അഴിമതിക്ക് എതിരെ ഒരു പോരാട്ടം നടത്തണമെന്ന് തോന്നി? നമ്മൾ ഒരു പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ചു. അവിടെ നിന്നുണ്ടായ ഒരു പ്രയോജനമാണ് നമുക്കതിനുള്ള ഒരു സാഹചര്യങ്ങൾ വഴിയൊരുക്കിയത്. പിന്നീടുണ്ടായ ചില സാഹചര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിന് ഈ കാര്യങ്ങളിൽ കുറച്ച് തന്നിടമായി നിൽക്കാൻ ഇന്ന് സമൂഹം മുന്നോട്ട് ഇറങ്ങണമെന്നുള്ളൊരു തീരുമാനത്തിലൂടെയാണ് സംഘടന രൂപീകരിച്ചത്. വളരെ ശക്തമായ രീതിയിൽ നമ്മൾ 2006 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. ഒട്ടനവധി 10-21 പൊതു താല്പര്യ ഹർജി തന്നെ ഞങ്ങൾ സംഘടന സമർപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നല്ല നല്ല തീരുമാനങ്ങൾ. ഇപ്പോൾ കുട്ടിക്കടത്ത്, മനുഷ്യക്കടത്ത് കേസിൽ ഞങ്ങളാണ് CBI അന്വേഷണം, ഞങ്ങളുടെ കൊടുത്ത ഹർജിയാണ്. മലബാർ സിവിയൻസ് അന്വേഷണം, അങ്ങനെയൊക്കെ വളരെ വളരെ ശക്തമായ നിലപാട്. ഇപ്പം തന്നെ വിജിലൻസിൻ്റെ കേസ്, ഇപ്പോൾ നമുക്കറിയാം വിജിലൻസിനെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഞാൻ വിജിലൻസിൻ്റെ ഭരണഘടന മാറ്റി എഴുതുന്ന പറഞ്ഞിട്ട് അന്നത്തെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. അപ്പോൾ ആ സർക്കാർ അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ പിൻവലിച്ചാൽ തന്നെ കുറേ നല്ല നടപടികൾ, വിജിലൻസിന് അനുകൂലമായ രീതിയിൽ നടപടികൾ കൈക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അതിപ്പോഴത്തെ സർക്കാർ ആ നിലപാടെടുക്കണമെന്നുള്ള രീതി ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിലാ കോടതി സ്റ്റേ നിൽക്കുകയാണ് കേസ്. അത് ഈ സർക്കാർ പിൻവലിച്ചാൽ തന്നെ വളരെ നല്ലൊരു വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള തീരുമാനം ഹൈക്കോടതി കൂടി ഇടപെട്ടുകൊണ്ട് നല്ലൊരു നിലപാട് വരും. ആ രീതിയിലേക്ക് അങ്ങനെ എടുത്തു പറയാവുന്ന കേസുകൾ ഒട്ടനവധി നമ്മുടെ സംഘടനയ്ക്കുണ്ട്. ഇന്നും നമ്മൾ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആൻറ്റി കറപ്ഷൻ വിങ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് സത്യമാണ്. നമ്മൾ ഇന്ന് ഒരുവിധം 70% പൊതുപ്രവർത്തകരിലും അഴിമതിയുണ്ട്. അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടു നിൽക്കണം. അതല്ലാത്ത രീതിയിൽ അഴിമതി, അല്ലാതെ രാജ്യം തന്നെ മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് ഇന്നും ഞാൻ പഠിച്ചതിൽ നിന്നും മനസ്സിലായത്. അതെ, ഏറ്റവും പ്രമാദമായ ചില കേസുകൾ, ഇപ്പോൾ പറഞ്ഞ പോലെ മലബാർ അല്ലെങ്കിൽ ബാർക്കോഴ അഴിമതി, ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എത്രത്തോളം ത്രെട്ട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കൊരു മാനസിക സംഘർഷം ഉണ്ടാവുമല്ലോ? സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള പ്രഷേഴ്സാണ്. രാഷ്ട്രീയമായിട്ട് പല രീതിയിൽ ഇടപെടാൻ ഉള്ള സാധ്യതയുണ്ട്, അല്ലാത്ത രീതിയിലും നമുക്ക് രാഷ്ട്രീയ പ്രഷർ വളരെ വളരെ ശക്തമായി. മലബാർ സിമെൻസിനെ സംബന്ധിച്ച് മലബാർ സിമെൻസിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് രാഷ്ട്രീയ പ്രഷർ ഉണ്ടായിരുന്നു. മറ്റുള്ള രീതിയിലെ രാഷ്ട്രീയ പ്രഷറുകൾ ഞാൻ പ്രാധാന്യം അതിന് ഒരു ഇത് കൊടുക്കാമല്ലോ. കാരണം നമുക്ക് മാന്യമായി ജീവിക്കാൻ സൗകര്യങ്ങളും എല്ലാവിധ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് മറ്റൊരാൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ കോടതി മറ്റു ചിലവുകളൊന്നും നമ്മൾ മറ്റുള്ളവരൊക്കെ നിന്ന് പിരിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഈ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമുക്കെതിരെ ഓരോന്ന് കെട്ടിപ്പൊക്കുമ്പോഴും ആരോപണങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. ഇപ്പോൾ മലബാർ സിമെൻസിൽ VM രാധാകൃഷ്ണനെ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് CBI അന്വേഷണം ഉണ്ടായിരുന്നു. എൻ്റെ സാമ്പത്തിക സോഴ്സുകളെല്ലാം അന്വേഷിക്കാൻ ഞാൻ 2 കൈ തുറന്ന് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട കോടതി ഓർഡർ ആയിരുന്നു ഹൈക്കോടതിയിൽ. അത് കോടതി പരിശോധിച്ചു, CBI പരിശോധിച്ചു. CBI ലാസ്റ്റ് കുറ്റപത്രത്തിൽ അങ്ങനെ എന്നെ പറ്റി ഒരു അഴിമതിയും പറയാൻ CBIക്ക് ഉണ്ടായില്ല. അപ്പോൾ പുറമെ നിന്ന് കാണുന്ന ചിത്രത്തിൽ ഈ വക പ്രവർത്തകരെ ഭൂരിപക്ഷം, അത് ചിലവരൊക്കെ ഉണ്ട് 500-1000 വേണ്ടി ചില സ്ഥലങ്ങളിൽ സണ്ടറാവും. ആ ആവുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മലബാർ സിമെൻസിൻ്റെ കേസിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പെർഫെക്റ്റാണ്. ഇപ്പോൾ മാളുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ വലിയൊരു 10,000 പേർക്ക് ജോലി കിട്ടുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. പാലക്കാട് ജില്ലയിൽ ഇല്ലാത്ത പ്രൊജക്റ്റാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതിനെതിരെ ഇവിടെ ചില മനുഷ്യാവകാശ സംഘടന, ചില മറ്റുള്ള ചില പ്രവർത്തകർ പരാതി അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊന്നു ഈ വലിയ വലിയ സംരംഭങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായ അഴിമതിക്കെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ അതിനെതിരെ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒട്ടനവധി ശ്രമങ്ങൾ നടക്കുന്നതാണ്. അതൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് പോകണം. കാരണം നമ്മൾ പുറമെ നിന്ന് കാണുന്നവർക്ക് മാത്രമേ നമ്മൾ എന്തൊക്കെയോ അഴിമതിയുമായി ഭാഗമായി ബന്ധപ്പെട്ടാണ് ഇത് സമ്പാദിക്കുന്നത്. നമ്മളെ പരിശോധിക്കുന്ന എൻഫോഴ്സ്മെന്റ് ആയാലും ഇൻകം ടാക്സ് ആയാലും സെയിൽ ടാക്സ് ആയാലും അവർക്കൊക്കെ അറിയാം ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ധൈര്യം നമുക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും അഴിമതിക്കെതിരെ പോരാടുമ്പോൾ എതിർപ്പുകൾ പല രീതിയിൽ വരുന്നു. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി അത്രത്തോളം വ്യാപകമായ ഒരു സംസ്ഥാനമാണ്. എത്രത്തോളം പേര് സപ്പോർട്ട് ചെയ്യുന്നു, ധൈര്യമായിട്ട് ഇതിനെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരുന്നവർ എത്ര പേരുണ്ട്? ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിലും
ധൈര്യമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ല. നമ്മളെ അത് ഒതുക്കാനാണ് രാഷ്ട്രീയ പിന്തുണ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വന്നുള്ളത്. അതിപ്പോൾ ഞാൻ ഈ വകത്തിൽ അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും എവിടെ എത്തിച്ചേരുന്നുള്ളത് എനിക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം വെച്ചാൽ അത് വലിയ വിവാദമായി മാറും. അപ്പോൾ ആ ഒരു വിവാദമല്ല എങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം ഇതിൽ ഭയങ്കരമാണ്. നമ്മൾ ഏതെല്ലാം നിലപ്പോൾ സോളാർ കേസിൽ കമ്മീഷന് മുന്നിൽ പോലീസ് മറ്റെന്താ പറയുക, അവിടെ ടെലിഫോൺ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ടെലിഫോൺ ഇത് ഹാജരാക്കി ഞാനാണ് സോളാർ കമ്മീഷൻ മുന്നിൽ. ടെലിഫോൺ നമ്പർ കംപ്ലീറ്റ് അവർ സരിത നായരെ വിളിച്ച കോളുകളെല്ലാം സെൻഡർ ചെയ്ത് ഞാനാണ്. അതെനിക്ക് കിട്ടിയത് അത്ര ഉന്നതമായ സ്ഥലത്തു നിന്നാണ്. എൻ്റെ പോസ്റ്റ് ബോക്സിൽ വന്നു, ഞാനത് കമ്മീഷനിൽ ഹാജരാക്കി. അല്ല, ഞാൻ ഉദ്യോഗസ്ഥരുടെ പേര് പറയണത് തന്നവരെ പറയേണ്ടി വരും. സോഴ്സ് വെളിപ്പെടുത്തണം. അപ്പോൾ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ തന്നെ. പക്ഷേ തന്നപ്പോൾ എന്താ ഐ തമ്മിലുള്ള അടി അവിടെ നിന്നു. സോളാർ കേസിൽ അവർ തമ്മിലുള്ള അടി അവിടെ നിന്നു. കാരണം എല്ലാവരും പേര് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളായി പ്രശ്നങ്ങൾ വരും. എനിക്ക് തോന്നുന്നു ഒരു ധൈര്യം, അതെനിക്ക് തോന്നുന്നു ഞാൻ താങ്കളെക്കുറിച്ച് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ 20ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ് സംരംഭവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സാധാരണ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ എന്താണ് ഒരു ടീനേജർ ലെവലിൽ നിന്ന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ധൈര്യപൂർവ്വം വലിയൊരു ബിസിനസ് സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നു. എങ്ങനെയായിരുന്നു ഒരു ബിസിനസ് സംരംഭകൻ എന്നുള്ള നിലയിൽ ആരംഭം? ബിസിനസ് സംരംഭം എന്ന നിലയ്ക്കുള്ള ആരംഭത്തിന് തുടക്കം നമ്മളെ കേരള പോലീസാണ്. അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നല്ലൊരു കേസിൽ കള്ളക്കേസിൽ കുടുക്കി കഴിച്ചു. അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ഞാൻ ഇതിന് തുടക്കം കുറിച്ചത്. 23 വയസ്സ് 20 വയസ്സിലേക്ക് അങ്ങനെ 21 വയസ്സിൽ ബോംബെ ചെന്നു. അവിടെ നിന്നാണ് അങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ബോംബെയിൽ നമ്മൾ ചെറുതായിട്ട് ചുരിദാർ മെറ്റീരിയലുകളൊക്കെ ഗൾഫിലേക്ക് വീട്ടിൽ പോയി അങ്ങനെയൊക്കെയുള്ള അങ്ങനെ നമ്മൾ വളരെ താഴെക്കടയിൽ നിന്ന് വന്നതാണ്. ഇതിനൊക്കെ അടിസ്ഥാനം നമ്മുടെ പോലീസാണ്. ഫാദർ പോലീസായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ വീട്. പോലീസ് സ്റ്റേഷനോട് ഭയങ്കര ബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചില ഇൻസിഡൻസ് നമ്മൾ ഈ ബിസിനസ് ഇങ്ങനെ വളർന്നു വന്നത്. ഈ ഏബൽ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നത് അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം ബോംബെയിൽ നിന്നാണ് എൻ്റെ ഗാർമെൻറ്റ്സ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഈ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുവൈറ്റിൽ സെറ്റിൽ ആവേണ്ട അവസ്ഥ. നമുക്ക് കുവൈറ്റിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. മാമ ബാബ റെഡിമെയ്ഡ്സ് പറഞ്ഞിട്ട് അബ്ബാസിയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും രാഷ്ട്രീയ ചില ബന്ധങ്ങൾ വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്താണ് എനിക്ക് ഭൂമി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്ത് പാസ്സാക്കി തരും. ഇവിടെ കഞ്ചിക്കോട്ട ആ കിൻഫ്രയുടെ ഓഫീസിന് നെക്സ്റ്റ് കാണുന്ന തൊട്ട് ഫസ്റ്റ് ഫ്ലോർ തന്നെ എനിക്ക് തന്നുകൊണ്ട് അവർ എന്നെ ഇവിടെ ബിസിനസ്സിന് സംരംഭം കുറിക്കാൻ വേണ്ടി വഴി തന്നു. അത് ഞാൻ നല്ല രീതിയിൽ പ്രവാസി ഗൾഫിലുള്ള ഷാർജയിലും അലൈനിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ സപ്പോർട്ടിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വളർന്നു വരുന്നത്. ചെറിയ ഓഫീസും ചെറിയ സ്ഥാപനങ്ങളും ഔട്ട്സോഴ്സിങ് വർക്കുകൾ നമുക്കുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുക, ഇവിടെ മാർക്കറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഈ ഗൾഫിൽ നിന്നുള്ള എൻ്റെ ഷാർജയിലും അലൈനിലും ദുബായിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ഫുൾ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ സംരംഭം, അത് ബാങ്കിൻ്റെ സഹായം കൊണ്ട് ഇങ്ങനെ സംരംഭം തുടങ്ങി. ഇത് നമുക്ക് 70 സെൻറ്റ് സ്ഥലമാണ് ഗവൺമെൻറ് അനുവദിച്ചു തന്നത്. നമ്മളവിടെ യൂണിറ്റ് ഇട്ടു. ആ യൂണിറ്റ് നമ്മൾ 2013 കാലഘട്ടം കൊണ്ട് പണി തുടങ്ങി. നമ്മൾ ആരംഭിച്ച് മെല്ലെ മെല്ലെ കയറി വന്നു. അതിനുശേഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഫോർത്ത് സിൽക്സ് എന്ന് പറഞ്ഞ് കഞ്ചിക്കോടന് വലിയൊരു ഷോപ്പ്, ഒരു 15 ഷട്ടറുള്ള ഒരു ഷോപ്പ് ആരംഭിച്ച് ആ ഷോപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതും കൂടി ആയപ്പോഴാണ് ബിസിനസ്സിൽ ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ വിശ്വസിച്ച് സ്നേഹിക്കുന്ന തൊഴിലാളികൾ നമ്മുടെ കൂടെ നിൽക്കില്ല, അവരപ്പുറത്തേക്ക് കണ്ടം ചാടും. അങ്ങനെയൊക്കെയുള്ള ചില ബിസിനസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രതിസന്ധികളെ ടെൻഷനിൽ കാണാനില്ല. രാത്രി 9 മണിക്ക് ഉറങ്ങുക, 5 മണി കഴിഞ്ഞ് നിൽക്കാനാണ് നമ്മുടെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ യാതൊരു പ്രതിസന്ധികളെയും ഇല്ലെങ്കിൽ നാളത്തെ കാര്യത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുക ആ ഒരു പ്രശ്നം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് ഏത് പ്രതിസന്ധി. തീർച്ചയായിട്ടും ഒരു റിയലൈസ്ഡ് മൈൻഡ് അല്ലെങ്കിൽ ഒരു റിലാക്സിങ് മൈൻഡ് ഉണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്കുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭകൻ, ഒരു വ്യവസായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ആദ്യമേ നമ്മൾ വ്യവസായത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിനോ മറ്റും ആശ്രയിക്കാതെ നമുക്ക് ശക്തമായ സാമ്പത്തിക ഭദ്രത വേണം. ഒന്ന്, ബിസിനസ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിലും ഐഡിയകളെല്ലാം നമുക്ക് പണം കൊടുത്ത് മേടിക്കാം. കാരണം എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെല്ലാവരും ഈ നാട്ടിൽ സമൂഹത്തിലുണ്ട്, കിട്ടും. പക്ഷേ പണം ദൈവം തരേണ്ടതാണ്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് നല്ല മനധൈര്യവും നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആരും ബിസിനസ് ഇറങ്ങാൻ പാടുള്ളൂ. എൻ്റെ ഈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ തന്നെ തൊഴിലാളികൾ ഞാൻ കൊണ്ടുവന്ന് ഞാൻ പഠിപ്പിച്ച് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ച തൊഴിലാളികളാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് മറ്റുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. നമ്മൾ അവരെ മാറ്റി നിർത്തി കമ്പനി 1 മാസം അടച്ചിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ അത് നമുക്ക് തുറക്കാനുള്ള ആ ശക്തി, ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഇറങ്ങാൻ പാടുള്ളൂ.
നമുക്ക് അങ്ങനെ പ്രതിസന്ധി വന്ന് നമ്മൾ തളർന്നു പോയാൽ അതെ. നമ്മൾ ഈ ഫാക്ടറി സംബന്ധിച്ച് 3 കോടിയോളം വില മതിക്കുന്നതാണ് നമ്മുടെ ഫാക്ടറി. ആ സംരംഭം ഇല്ലാതെയാവും. അതെ. കാരണം പ്രഷറുകൾ വരും. വരും. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ നമുക്കുള്ള സാമ്പത്തിക ഭദ്രത വളരെ ഇതാണ്. അതേപോലെ തൊഴിലാളികൾ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് തൊഴിലാളികൾ ഇപ്പോൾ നമുക്ക് വളരെ വലിയൊരു ഓർഡർ വന്ന് പലതും നമുക്ക് മിസ്സായി പോയി. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വീട്ടിൽ നിന്ന് വളരെ മാനസിക ടെൻഷനും പല ഇതിലാണ് ഇവിടെ വരിക. നമ്മളെ ചിന്തകൾ നമ്മുടെ ബിസിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരതും ഇതും കൂടി ചിന്തിക്കുമ്പോൾ എന്താവും, നമ്മുടെ പ്രൊഡക്ഷനിൽ ബാധിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒത്തിരി നേരിടേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കമ്പനി അടച്ചിട്ട് കൊണ്ട് തന്നെ വളരെ പ്ലാനിങ് ആയി വളരെ 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 എന്താ പറയുക, അങ്ങനെ ഒരു ബിസിനസ്സുകാർക്കും ചെയ്യാൻ ധൈര്യം കിട്ടില്ല. മനസ്സിലായി. ഒരു സ്ഥാപനം അടച്ചിട്ട് കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെ അതിജീവിച്ചൊരു ബിസിനസ് മൈൻഡുള്ള ആളാണ് ഞാൻ. കാരണം പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇല്ല, ശരിക്കല്ല. നമുക്ക് ശക്തമായി ഈ പറഞ്ഞ പോലെ കേരളത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാൾ, അതിൻ്റെ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡുകൾ ഇപ്പോൾ കേരളത്തിലെ പല പ്രമുഖ വസ്ത്രവ്യാപാര അല്ലെങ്കിൽ പല ഷർട്ട് ബ്രാൻഡ്സും നമ്മളെ ഇവിടെ നിന്നാണ് കുറേയധികം ഓർഡർ പർച്ചേസ് ചെയ്യുന്നത്. ഏതൊക്കെ ബ്രാൻഡുകൾ നമ്മുടെ ഇവിടെ നിന്ന് വിസാഖിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്? നമ്മൾ ഔട്ട്സോഴ്സിംഗ് ബ്രാൻഡുകൾ ഒത്തിരി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡ് 3 ഉണ്ട്. നമ്മുടെ ഫോർച്യൂൺ എന്ന് പറഞ്ഞ നമ്മുടെ ബ്രാൻഡാണ്. I+, സ്പാനിഷ് വിസ, അങ്ങനെ പ്രധാനപ്പെട്ട 2 ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഔട്ട്സോഴ്സിംഗ് വർക്കുകൾ, യൂണിഫോംസ് അതെല്ലാം നമ്മൾ കമ്പനി മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കൂടുതൽ ഓർഡർ, നമുക്ക് റിസ്ക് കുറവ് പുറമേ നിന്നുള്ള ഓർഡറാണ്. നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. മറ്റേതൊരു ബൾക്ക് ഓർഡർ നമ്മൾ കൊടുത്താൽ മതി. അതെ. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് ഈ പുതിയ ഇയറിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫുൾ വിദേശത്തു നിന്നുള്ള ഓർഡർ ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ ആണ് നമ്മൾ അതായത് വിദേശ ബ്രാൻഡുകളെ സപ്പോർട്ട് ചെയ്തു. അത് നമുക്ക് അതിൽ ചെറിയ ലാഭമാണെങ്കിലും ടെൻഷൻ കുറവാണ്. മനസ്സിലായി. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒത്തിരി പേര് കമ്പനികൾ അടച്ചുപോയി. നമ്മളിപ്പോ തുറന്നുകൊണ്ട് വീണ്ടും തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. ഈ ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അധികം ഫെസിലിറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഇതിൽ ഒരു ദിവസം ഒരു ഷിഫ്റ്റ് നമുക്ക് 500 ഷർട്ട് മാനുഫാക്ചർ ചെയ്യാവുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള യൂണിറ്റാണ് നമ്മുടെ. അതെല്ലാം ഇമ്പോർട്ടൻറ്റ് മെഷീനറികളാണ്. എല്ലാം ഇമ്പോർട്ടൻറ്റ് മെഷീനറികളും അതിനുള്ള ഇപ്പോഴുള്ള നമ്മുടെ തൊഴിലാളികളും അതിനുള്ള അറിവും കാര്യങ്ങളുള്ളവരാണ്. ഓക്കെ, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികളുടെ സപ്പോർട്ട് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൻ്റെ പൊതുവായൊരു വികസനത്തിൻ്റെ കാര്യത്തിൽ? കേരളത്തിൻ്റെ പൊതുവായ വികസനം എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ ആണ് അതിൻ്റെ ഒരു അത് അവർ കൂടുതൽ പാർട്ടി ഫണ്ട് പിരിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത് പാർട്ടി ഫണ്ടിൻ്റെ കാര്യം. അതായത് ഒരു പ്രവാസികളെ കുറച്ച് സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ഇവിടെ ഒരാളെ വാഴ്ത്തിക്കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കും. പക്ഷേ വളർന്നു വന്ന പല ബിസിനസ്സുകാർക്കും ഗവൺമെൻറ് നിസ്സാര പലിശയ്ക്കും നിസ്സാര കാര്യങ്ങൾക്കും കോടികൾ സഹായിക്കും. പക്ഷേ വളർന്നു വരാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംരംഭകനെ ഒരു ബിസിനസ്സുകാരനെ സഹായിക്കുന്നത് സാധാരണക്കാരാണ്. ആ വളർന്നു വരുന്നുള്ളൂ എന്ന് വെച്ചാൽ പരീക്ഷിക്കാൻ സർക്കാർ തയ്യാറാവില്ല. അങ്ങനെ പരീക്ഷിച്ചാൽ ഒരു പക്ഷേ ഇവിടെ യുവാക്കൾ ഒത്തിരി പേര് ബിസിനസ്സിൽ വളർന്നു വന്നിട്ടുണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വലിയ വലിയ മാളുകൾക്ക്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അവർക്കൊക്കെ പല ഗവൺമെൻറ് ഫണ്ടുകളിൽ നിന്ന് കോടികളാണ് ഗവൺമെന്റ് നിസ്സാര ഇൻട്രസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. നിസ്സാര ഇൻട്രസ്റ്റിന് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ സ്ഥാനത്ത് വളർന്നു വരുന്ന കുറച്ച് യുവാക്കളെ കണ്ട് അവരെ കൊണ്ട് നമ്മൾ വാഴ്ത്തിക്കൊണ്ട് അങ്ങനൊരു സമയം നമ്മുടെ സർക്കാരിനില്ല. അവരവിടെ പോയ പാർട്ടി കൺവെൻഷനുകളും മീറ്റിങ്ങുകളും അതിന്റെ ഫണ്ടുകൾ പിരിക്കലും മാത്രമേ ഉള്ളൂ. അവരവരുടെ കഴിവുകൾ കൊണ്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ വന്നു അതിന് നമുക്ക് വേണ്ട സപ്പോർട്ട് ഒക്കെ ചെയ്തു. അവരെ ഫോക്കസ് ചെയ്തൊരു നമ്മുടെ കമ്പനിക്ക് തന്നെ ഇപ്പോൾ സബ്സിഡി 17 ലക്ഷം ഇനിയും കിട്ടണം. 1 കോടി 30% നമ്മൾ 30 ലക്ഷം രൂപ തരേണ്ടത്. ഇതുവരെ 12 ലക്ഷം തന്നുള്ളൂ. ബാക്കി പൈസ തരുന്നത് ഇനി അവർ ഏത് കാലത്തായാലും ദൈവത്തിനറിയാം. നമ്മൾ അപേക്ഷകൾ കൊടുക്കും, മന്ത്രിമാരെ അങ്ങോട്ട് വിളിച്ച് പറയും, ഇങ്ങോട്ട് വിളിച്ച് ഒരു കാര്യമില്ല, അത് കിട്ടില്ല. അതാണ് സിസ്റ്റം. ഇനി നമുക്ക് ഫോർച്യൂൺ മാളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഏതായാലും എനിക്കൊന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാളാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഏക്കറോളം സ്ഥലത്ത് ഒരു 50,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ വരുന്നത്. എത്രയാണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അത്രയൊന്നുമില്ല. 25 കോടി രൂപയുടെ വരുന്നുള്ളൂ. ശരി ശരി. നമ്മൾ 40,000 to 50,000 ഉള്ളിലാണ് നമ്മുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് 40,000 സ്ക്വയർ ഫീറ്റാണ് പ്ലാൻ ചെയ്തത്. ശരി. ഇന്ന് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ സംരംഭം ഇല്ല. പിന്നെ മലപ്പുറം തൃശ്ശൂരിനെ വെച്ചിട്ട് നമ്മളൊപ്പം നിൽക്കാവുന്ന രീതിയിലുള്ള ഗൾഫ് മോഡൽ ലുലുമാളും വലിയ വലിയ സ്ഥാപനങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യും അതേ സെയിം മോഡൽ
മാളും സാധാരണക്കാരെ കയറി ഇറങ്ങി ഒന്നും പോയി പർച്ചേസിങ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. നമ്മുടെ അതിന്റെ ഒരു വിങ് തന്നെ അതിനുണ്ട്, അതിനുവേണ്ടി ബോർഡ് അടക്കം അവരാണ് അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഞാൻ ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു നേതൃത്വം കൊടുക്കുക, അതിനൊരു ഡയറക്ഷൻ കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മുടെ ഡയറക്ടർമാരും അവര്, പിന്നെ കോൺട്രാക്ടർ ആയാലും അതിന്റെ ബിൽഡിംഗ് കോൺട്രാക്ടർ ആയാലും നമ്മുടെ സുഹൃത്താണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരാണ് പ്രവർത്തിക്കുന്നത്. ശരി, ഞാൻ ഇവർക്ക് വേണ്ട ഇവർക്ക് വേണ്ട എത്ര ഫണ്ട് വേണം, ആ ഫണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് സംഭരിക്കുക, അവർക്ക് അതിന്റെ മാന്യമായ രീതിയിൽ അവർക്കും അതിന്റെ ഉറപ്പും അതിന്റെ സുരക്ഷിതത്വം നാളെ അവർ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ അവർക്ക് കൂടി ഇവിടെ സംരക്ഷണം നൽകുന്ന രീതിയിലാണ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് പ്ലാൻ ചെയ്തത്. എനിക്കൊന്ന് പ്രവാസി മലയാളികളുടെ ഒരുപാട് സപ്പോർട്ട് എടുക്കുന്നുണ്ട് അല്ല ഈ ഒരു മാളുടെ വികസനത്തിന്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ലുക്കിലുള്ള ഒരു മാളാണ് ഇപ്പോൾ കൺസീവ് ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ബ്രാൻഡുകളായിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്? ഇന്റർനാഷണൽ ബ്രാൻഡുകളാണോ അതോ അതിനകത്ത് ഫെസിലിറ്റീസ് എന്തൊക്കെ രീതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മുടെ ജനറൽ മാനേജർ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എങ്കിലും നമ്മൾ മറ്റേ മൾട്ടിഫിക്സ് തിയേറ്റർ, പിന്നെ AC കല്യാണ മണ്ഡപം, പിന്നെ അത് ഇവിടെ നിന്നും പാലക്കാട് പോകണം. അപ്പോൾ ആ ഒരു ഇതുകൂടി ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു 17 റൂമുകൾ വരുന്നുണ്ട്. അതെല്ലാം നല്ല ബ്രാൻഡഡ്. പക്ഷെ ഈ സാധാരണക്കാരന് വരുന്നാൽ ഗുണം കിട്ടണം, ഉപഭോക്താവിന് ഫീലിംഗ് ആവരുത് അത് ഒരു കറണ്ടിന്റെ ബില്ലൊക്കെ ഒന്ന് പിരിച്ചു എന്ന് തോന്നരുത്. ആ രീതിയിലുള്ള അവർക്ക് എങ്ങനെയൊക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന സോളാർ അങ്ങനെയുള്ള എല്ലാ രീതിയിലും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ മാൾ ഒരു കൊല്ലത്തെ നമ്മൾ അധ്വാനമാണ് ഈ മാളിന് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകത ഇന്ന് ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഭ ഇത്രയും വലിയ സ്ഥലം ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു വിശ്വാസിനെ ഏൽപ്പിക്കുന്നത്. ഞാൻ നല്ല വിശ്വാസിയാണ്. അപ്പൊ സഭ അങ്ങനെ വിശ്വാസിയെ ഏൽപ്പിച്ചു. ഞാനത് ബിസിനസ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കൊല്ലത്തെ നമ്മുടെ പ്ലാനിങ് പദ്ധതിയാണ്. എനിക്കൊന്ന് വളരെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നെ, അതായത് ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഒരു 18 months കൊണ്ടാണോ തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് പ്ലാൻ. എങ്കിലും ചിലപ്പോൾ 2 മാസം വർഷത്തിന് മേലെ പോകും. അത്രയും പ്ലാനിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് അടുത്ത മാർച്ച് ഇതേപോലെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് അതിന് മുന്നിലായിരിക്കും നമ്മൾ. തീർച്ചയായിട്ടും അതിന്റെ ശരി. എനിക്ക് തോന്നുന്നു അതിന്റെ ശിലാസ്ഥാപനവും എല്ലാം നടന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാലക്കാട്ടുള്ള ജനങ്ങൾ ശരിക്കും മലപ്പുറത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഒരു മാളിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പാലക്കാട് തന്നെ എല്ലാവരും അടുത്ത വർഷത്തെ ഒരു ഷോപ്പിംഗ് ഞങ്ങള് ഒരു ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷയും ആ രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റും നമ്മൾ വളരെ നിസ്സാരമായ ലാഭം ഇടുന്നുള്ളൂ. ഉപഭോക്താവിന് സന്തോഷമാണ്. പിന്നെ ബാംഗ്ലൂർ മെട്രോനെ ഞങ്ങൾ ചെറുതായിട്ട് അവരുടെ റൂട്ട് കൂടി ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഹോൾസെയിൽ ഡീലിംഗ്. കാരണം ലോക്കൽ ഷോപ്പുകാർക്ക് ഹോൾസെയിൽ രീതിയിൽ പോലും അവരുടെ സാധനങ്ങൾ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫോർച്യൂൺ എന്നുള്ള വേർഡ് ഒരുപക്ഷെ താങ്കളൊരു വിശ്വാസിയാണ്, ഒരുപാടധികം ഈശ്വരനിൽ വിശ്വസിക്കുന്നു. ബിസിനസ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ പണമെല്ലാം ദൈവം തരുന്നുവെന്ന് പറയുന്നു. അതിലൊരു ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു. ഫോർച്യൂൺ മാൾ ഒരു വലിയൊരു ഭാഗ്യം താങ്കൾക്കും താങ്കളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിനും നൽകട്ടെ എന്ന് ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതിങ്ങനെ ഒരു സ്പെഷ്യൽ ടാസ്ക് ആയിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. കാരണം പല ക്ലയൻസും ഇപ്പോൾ ഏതൊരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ആണെങ്കിലും റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനുമായാൽ എത്രയും പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്ത് ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പോൾ ഈ ആബൽ ബി സാക്കിൻ്റെ MD ഷിമാൻ ഐസക് വർഗീസ് എന്നോട് സംസാരിച്ചതും പ്രകാരം ഇങ്ങനെ ടാസ്ക് വർക്കാണ് ഏറ്റെടുത്ത് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, ടാസ്കിന് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിസൈൻസ് ചെയ്തു, അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി. ആ ഷെഡ്യൂൾ പ്രകാരം ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കാരണം മോർണിംഗ് ബാച്ചിൽ ഏകദേശം ഇത്ര സ്കിൽ വർക്കേഴ്സ് ഇത്ര വർക്ക്മാനും വെച്ചിട്ട് അവിടെ വർക്ക് ഫോഴ്സ് ഉപയോഗിക്കണം. അതിനൊരു ടീം വർക്ക് സെറ്റപ്പ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സൈറ്റ് മാനേജേഴ്സ്, പ്രൊജക്റ്റ് മാനേജേഴ്സ്, സൈറ്റ് എൻജിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോർമാൻസ്, ബാക്കി സ്കിൽ വർക്കേഴ്സ്, അവർക്ക് ഓരോരോ ഏരിയയിലുള്ള ഷെഡ്യൂൾസ് ഇത്ര വർക്ക്. അതായത് എർത്ത് എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി ഇപ്പുറത്ത് റീഎൻഫോഴ്സ്മെൻറ്റ് അതിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള സജ്ജീകരണം. അപ്പോൾ അത് സെറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം.
അപ്പോൾ അങ്ങനെ ഒരു ഇത്ര ഡേയ്സ് 7 ഡേയ്സ് നമ്മളത് വ്യക്തമായിട്ട് 7 ഡേയ്സിനുള്ളിൽ ഇത്ര കോളംസ് കവർ ചെയ്യുക, ഇത്ര അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ കവർ ചെയ്ത് കയറി വരാനുള്ള ഒരു ടാസ്ക് ഞങ്ങളെ ടീമിനെ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ വർക്ക് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ 10 മാസത്തിനുള്ളിൽ അതായത് 300 ഡേയ്സിനുള്ളിൽ എനിക്ക് ഈ പ്രൊജക്റ്റ് ചെയ്ത് തീർത്ത് എൻ്റെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, ചൂട്, അതുപോലെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ റെയിനി സീസണിൽ വരികയാണെങ്കിൽ ആ ഹെവി റെയിൻസ്, ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ആ സമയത്ത് ചിലപ്പം ലേബേഴ്സിന് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ പിടിക്കാം, ലീവ് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള അവരുടെയൊക്കെ ആ ടൈം ഷെഡ്യൂളിൽ എങ്ങനെ അത് കവർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ത്രൂ ടീം പോകാൻ ചെയ്ത് അത് കവറപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന സ്വാഭാവികമായിട്ടൊരു 300 ഡേയ്സിൽ മുമ്പേ ഈ പ്രൊജക്റ്റ് എനിക്ക് ഭംഗിയായി ഫിനിഷ് ചെയ്തിട്ട് എൻ്റെ ക്ലയൻസിനെ ABLB സാക്കിന് കൈമാറാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ഈ വാസ്തു പ്രകാരം പൊതുവേ ഇന്ന് നമ്മളെല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണ്. വാസ്തു എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് എന്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ വിശ്വാസികളായ പ്രത്യേകിച്ച് മലയാളികൾ അവരെല്ലാവരും തന്നെ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ വാസ്തു പുരുഷനാണ് ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അപ്പോൾ ആ വാസ്തു പുരുഷൻ്റെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അത് കൂടുതലുമായിട്ട് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമായ മതിയായ സൂത്രങ്ങൾ, ഏറ്റവും പ്രധാനമായി പറയുന്നത് വെന്റിലേഷൻ സംവിധാനങ്ങൾ. നമുക്ക് ആവശ്യമായ കാറ്റും വെളിച്ചവും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക. പ്രകൃതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങിയ രീതിയിലാണ് വാസ്തു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ വാസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു മാൾ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കുറേ പരിമിതമായ റൂൾസുകളും കാര്യങ്ങളുണ്ട്. ആ റൂൾസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്കിലും വാസ്തു പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ റൂമുകളൊക്കെ ചെയ്യുന്നത്. കാരണം ആ ഒരു റൂം നമ്മൾ ഔട്ട്റൈറ്റിന് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് അതിൽ സ്വാഭാവികമായിട്ടും വാസ്തുവിൻ്റെ ദോഷം കൊണ്ട് അയാളുടെ ബിസിനസ്സിനത് ബാധിക്കരുത് എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അതിനെ ആ വാസ്തുവിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട്ടെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹവും ആവശ്യവുമാണ് ഈ മോളെന്ന് തോന്നുന്നു. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മോളിൻ്റെ 2 ഡയറക്ടേഴ്സ്, ഫോർച്യൂൺ മോളിൻ്റെ 2 ഡയറക്ടേഴ്സ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഗോപിനാഥ്, അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. ശ്രീ ഫിറോസ് ബാബു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ജനങ്ങളെല്ലാം ഒരു മോൾ സംസ്കാരത്തിൻ്റെ പിറകിലാണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഒരു ഷോപ്പിംഗ് ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ശരിക്കും ഇങ്ങനൊരു മോൾ വരുന്നതിന് പിറകിൽ അല്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു ആവശ്യം കണക്കിലെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് കണക്കിലെടുത്ത സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു മോള് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ. വളരെയധികം സർവേ എടുത്ത് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് എന്തെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാം വളരെ എക്കണോമിക് റേഞ്ച് ഉൾക്കൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഫോർച്യൂൺ മോളാണ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെ മോളായിട്ട് അങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള എല്ലാ അതിലുണ്ടാവും, മൾട്ടിപ്ലെക്സ് തിയേറ്റേഴ്സ് അതിലുണ്ടാവും, AC കല്യാണ മണ്ഡപം ഉണ്ടാവും, ഷോപ്പിങ്ങിൻ്റെ എന്തെല്ലാം വേണം മൾട്ടി ബ്രാൻഡ്സിൻ്റെ എല്ലാം അതിൽ കിട്ടും. അത് മാർക്കറ്റിന് ഇവിടെ വളരെ റേറ്റ് കമ്മിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ സൂപ്പർ മാർക്കറ്റിന് ഞങ്ങൾ മോളിൻ്റെ ഡയറക്ടേഴ്സ് നേരിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. സോ എത്രത്തോളം മാർക്കറ്റിൽ റേഞ്ച് കമ്മി നമ്മൾ കൊടുക്കാൻ പറ്റുമോ അത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും അത് എല്ലാവരും എത്തിക്കുകയും ചെയ്യും. അതെ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഫീഡ്ബാക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ശരിക്കും ഇങ്ങനൊരു സ്പേസിനെ കുറിച്ചുള്ള, അല്ലേ? തീർച്ചയായിട്ടും. കാരണം മാറുന്ന ജീവിത ശൈലികൾ അത് എല്ലായിടത്തും നമുക്ക് കാണാമെങ്കിലും പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാലക്കാട് കേരളത്തിൻ്റെ കവാടമെന്നറിയപ്പെടുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമായ മേഖല. കാരണം ആസ് വി നോ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡാണ്, ഇൻഡസ്ട്രിയിൽ ബാക്ക്വേർഡാണ്, കൺവീനിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നുണ്ട്. ഗ്രാമാന്തരീക്ഷമുള്ള എന്നാൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് പാലക്കാട്. നമ്മളെ മാൾ ഉദ്ദേശിക്കുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വാളയാറിന് സമീപമുള്ള കഞ്ചിക്കോടാണ്. എന്ന് വെച്ചാൽ
തമിഴ്നാട് നിന്ന് തമിഴ്നാടിൻ്റെ ഏറ്റവും വളയാർ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് വരാനും. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാരണമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ചെല്ലുന്നത് നിയർ ബൈ ആയിട്ടുള്ള കോയമ്പത്തൂരിലേക്കാണ്. കാരണം ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു തിരക്കേടില്ലാത്ത മോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. പാലക്കാട്ട് പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നകന്ന് കുടുംബസമേതം ഒരു ദിവസം അല്ലെങ്കിൽ വീക്കെൻഡ് ചെലവഴിക്കുന്നതിന് ഏറ്റവും സുഖകരമായൊരു അന്തരീക്ഷം നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി തന്നെ ചിന്തിച്ചൊരു കാര്യം. പാലക്കാട് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് അടുത്ത വർഷം ഫോർച്യൂൺ മാൾ മാറും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. കാരണം അത്രത്തോളം ഇതിനകത്ത് സർവേ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് തീരുമാനിക്കുകയും വളരെ ശുഷ്കാന്തിയുള്ള സ്റ്റാഫുകൾ ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് സർവേ പെർഫെക്റ്റായി ചെയ്തതിന് ശേഷം എത്രത്തോളം ഇതിനെ ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം അതിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു കുറവുമില്ലാത്ത രീതിയിൽ ഫോർച്യൂൺ മാൾ എന്ന് പറയുമ്പോൾ ഇനി സെക്കൻഡ് ആയിട്ട് മാൾ ഇനിയിപ്പോൾ പാലക്കാട് വരാത്ത രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സ്പെസിഫിക് സ്കെയറി ഹൗസ് വന്നിട്ട് ഇപ്പോൾ കുട്ടികളുടെ എല്ലാം ഒരു ഇതാണ്, അതെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിറയെ മോസ്റ്റ്ലി ഇപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ പാലക്കാട് ഇല്ല, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ AC കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് എക്കണോമിക് റേഞ്ചേ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ റെൻറ്റ് വളരെ കമ്മിയായി കൊടുക്കാൻ മെയിൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് സ്പെഷ്യൽ പ്ലേയിങ് സെക്ടറിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആറോബിക്സ്, ഹെൽത്ത് ക്ലബ്ബ് എല്ലാം അതിനകത്തുണ്ട്. സോ ബേസിക്കലി ഇന്ന് എല്ലാവരും സോഫ്റ്റ്വെയറും എല്ലാം പുറത്ത് ബാംഗ്ലൂർ ബേസ്ഡ് എല്ലാം ജീവിച്ച ശൈലി പരിചയപ്പെട്ട ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. സോ അവരെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീക്കെൻഡ്സ് എങ്ങനെ നമുക്കത് കൊണ്ടുപോകാം എന്ന രീതി അതെല്ലാം ഞങ്ങളത് ചർച്ച ചെയ്യുന്ന ശേഷമാണ് ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ അത് എല്ലാ മേഖലകളിലും എല്ലാവർക്കും ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുക. കാരണം എല്ലാ കലാകാരന്മാർക്കും എല്ലാ വീക്കെൻഡ്സിലും ഓരോ പരിപാടികൾ കൊടുക്കുന്നതായിരിക്കും. എനിക്കൊന്നും അതൊരു പുതിയ ആശയമാണെന്ന് തോന്നുന്നു. കാര്യം മറ്റു മോളുകളിൽ ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഓഡിയൻസിന് കുറച്ച് നേരം ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു സ്പേസ് എനിക്കൊന്നൊരു പുതിയ ആശയമാണോ എന്ന് തോന്നും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഒരു യാന്ത്രികത ഒഴിവാക്കുകയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം. നമ്മളെല്ലാവരും ഏതാണ്ടൊരു പ്രോഗ്രാംഡ് മെത്തേഡിൽ പോകുന്നവരാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരേ കണക്കിന് അത് ഏത് മേഖലയിലുള്ളവരാണോ അവർക്കത് നല്ലോണം അറിയാം. അവർക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുക, ഒരു ഡൈവേർഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെയുള്ള പ്രോജക്ട്സ് കൊണ്ടുവരുമ്പം അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്.